ഹായ് നമസ്കാരം. കൃഷി വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായി കർക്കിടക മാസത്തിലെ ഏറ്റവും പോഷകമൂല്യമുള്ള ഉലുവക്കഞ്ഞിയെക്കുറിച്ചാണ്, അതുണ്ടാക്കുന്ന വിധമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. അതിനായി ഒരു കപ്പ് ഉലുവ ഒരു പാത്രത്തിലേക്ക് ഇടുക. ഉലുവ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അയണും പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും അടങ്ങിയ ഒരു ഔഷധ മൂല്യമുള്ളൊരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത്. കൂട്ടത്തിൽ പ്രമേഹം, അതുപോലെ തന്നെ അതിന് നെഞ്ചരിച്ചിൽ, ദഹനക്കേട്, അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഉലുവ എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇതേ അളവിൽ തന്നെ ഒരു കപ്പ് ഞവര അരിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. ഞവര അരിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പോഷകങ്ങളുടെ കലവറ എന്നാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയാറ്. ഉയർന്ന തോതിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള രക്തത്തിലെ ഷുഗറിനെ നിയന്ത്രിക്കുന്നതിനുള്ള അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് അയണിൻ്റെ ഏറ്റവും വലിയ ഉറവിടം കൂടിയാണ് ഈ ഞവര അരി എന്ന് പറയുന്നത്. അതുപോലെ വിറ്റമിൻ B6 അങ്ങനെ തുടങ്ങി ഒട്ടനവധി പോഷക മൂല്യമുള്ള സാധനമാണ് ഞവര അരി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മുങ്ങുന്ന വിധത്തിൽ ഇതിന് വെള്ളം ഒഴിച്ച് 3-4 തവണ നമ്മൾ കഴുകി വൃത്തിയാക്കി ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും കുതിരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു പാത്രത്തിലേക്ക് അശാളിയാണ് നമ്മൾ ഇടുന്നത്. അശാളിയുടെ ഗുണഗണങ്ങൾ ഒട്ടനവധിയാണ്. omega-3 അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് യഥേഷ്ടമുള്ളതും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് സുഗമമാകുന്നതിന് വേണ്ടിയും അതോടൊപ്പം അറിയപ്പെടുന്നത് തന്നെ ഇത് കുടലിനകത്തൊരു ചൂല് പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടനവധി ഔഷധ മൂല്യങ്ങളുള്ള ഒരു സാധനം കൂടിയാണ് അശാളി എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് മറ്റുള്ള ഉലുവ എടുത്തതിൻ്റെ നേർപകുതി നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. അങ്ങനെ അശാളി വേറെ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് വെള്ളത്തിലേക്ക് ചേരുന്നതോടുകൂടി പ്രത്യേക തരത്തിലുള്ള പശ, ഒരു തരം വഴുവഴുപ്പ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വൃത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് വേറെ തന്നെ മാറ്റി നിർത്തി തന്നെ നമ്മൾ അതിനെ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ഒരരിപ്പയിൽ അരിച്ചെടുത്ത് നമ്മൾ ഇതേ ഞവരരിയിലും അതുപോലെ തന്നെ ഉലുവയിലും കൂടി തന്നെ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കേണ്ടതാണ്. അങ്ങനെ രാത്രി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് രാവിലെ നമ്മൾ നോക്കുമ്പോൾ നല്ല പാകത്തിന് ഇത് കുതിർന്നിട്ടുണ്ട്. ഇത് കുതിരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബൗളൊന്നും മാറ്റിയിട്ടുണ്ട്. കുറച്ച് വലിപ്പം കൂടിയ ബൗളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നേരെ കുക്കറിലേക്ക് മാറ്റുകയാണ്. കുക്കറിലേക്ക് 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് 5 വിസിൽ, 3 വിസിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ ഇത് വേവിച്ചെടുക്കുക. ശേഷം ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഒരു തേങ്ങയുടെ മുഴുവൻ 2ാം പാലെടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇളക്കി ചേർക്കുക. ഇളക്കി ഏകദേശം ഈ പരുവമായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ശർക്കര ആണ് ഇടുന്നത്. അത് ഒരു 3-4 അച്ച് എടുത്തിട്ട് നമ്മൾ ഉരുക്കി, ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ളത് ഉരുക്കിയിട്ടാണ് ഇത് ഒഴിച്ചിട്ടുള്ളത്. കാരണം അതിന് കച്ചറ ഉണ്ടാവും. അപ്പോൾ അത് അരിച്ച് വൃത്തിയാക്കിയിട്ടാണ് നാം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഓപ്ഷനിലാണ്. ചില ആളുകൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അങ്ങനെ അല്ലെങ്കിൽ മാറ്റി നിർത്താം. കാരണം ഷുഗറുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാറ്റി നിർത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് നെയ്യാണ് ഇടുന്നത്. ഇതും ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർക്ക് ഇടാം, അല്ലെങ്കിൽ ഇടാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇട്ട് എങ്കിൽ നല്ല രുചി ഉണ്ടായിരിക്കും. അങ്ങനെ അത് നല്ലവണ്ണം ഇതിനകത്തേക്ക് യോജിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നെയ്യ് നല്ലവണ്ണം യോജിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ 1ാം പാല് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ്. അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതിനോടൊപ്പം തന്നെ യോജിച്ചാകുന്നത് വരെ മിക്സ് ചെയ്യുകയും തിള വരാതെ പ്രത്യേകം സൂക്ഷിക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതോടുകൂടി പോഷക സമൃദ്ധമായ നമ്മുടെ ഉലുവക്കഞ്ഞി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.